എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ട് ഈ ബാത്തബിൽ ഇരുന്നിട്ടാണ് വിളിക്കണേ. അയ്യോ മാറി കയറാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലം എനിക്ക് തോന്നുന്നു ഇന്ത്യ തോന്നുന്നു. തിരിച്ചു പോകാൻ സ്ഥലമുണ്ട്, ഈ കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കണ്ട എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കൊടുത്തു. അത് പറഞ്ഞു നിങ്ങളിൽ എന്തോ ഉള്ളത് ചോദിച്ചപ്പോൾ നമ്മൾ യൂറോ വാങ്ങിച്ചപ്പോൾ എനിക്ക് തരാൻ പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ഒറ്റ യൂറോ വാങ്ങി, യൂറോന്റെ ഒരു കോയിൻ വാങ്ങിച്ചു. അങ്ങനെ ട്രെയിനിന്റെ ഇമിഗ്രേഷൻ പറഞ്ഞില്ലല്ലോ. അതായത് ട്രെയിനില് നമ്മള് ഫസ്റ്റ് വന്നിട്ട് സമയമായപ്പോ പുലർച്ചെ 4 മണിക്ക് ടി വന്നിട്ട് വാതിൽ മുട്ടി എല്ലാവരും എണീപ്പിച്ചു. എഴുതിയിട്ടുണ്ടായിരുന്നു 4 മണി 6 മണി. അപ്പൊ നമ്മൾ ആദ്യം വിചാരിച്ചത് നമുക്ക് അതിൽ എഴുതിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ടിക്കറ്റില് 4-നും 6-നും എഴുതിയിട്ടുണ്ടായിരുന്നു. 3 തന്നില്ലേ നമുക്ക്. ഓക്കെ, 3 തന്നു. അതായത് ഒരെണ്ണം റിസർവേഷന്റെ, പിന്നെ ഒരെണ്ണം 415 417 എഴുതിയിട്ട് ആരോ ഇട്ടിട്ട് 6 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടിക്കറ്റിൽ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും. ഈ ടൈമിൽ ഇവിടെ, ഈ ടൈമിൽ ഇവിടെ ചെക്ക് ചെയ്യുന്നൊക്കെ പറയുന്നത് നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കിയപ്പോഴും അത്ര ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, പക്ഷെ അത്ര ക്ലിയർ അല്ല. അപ്പൊ നമ്മൾ പരിപാടി വിട്ടു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ 4:15 ഓൾറെഡി അറിയായിരുന്നു. നോക്കിയപ്പോ ഞാൻ ഈ Seat61 എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അത് ഈ ട്രെയിനിൽ മാത്രം വേൾഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ഏതൊരു ആള് അല്ലെങ്കിൽ ആൾക്കാർ കൂടി ഉണ്ടാക്കിയുള്ള വെബ്സൈറ്റ്. അതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ലോകത്തുള്ള എല്ലാ ട്രെയിനുകളും, ഇപ്പൊ ഈവൺ ഇന്ത്യയൊക്കെ ഭയങ്കര കോംപ്ലക്സ് ട്രെയിൻ നെറ്റ്വർക്ക് ഉള്ള സ്ഥലമല്ലോ. അയ്യോ മാറി കയറാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലം എനിക്ക് തോന്നുന്നു ഇന്ത്യ. അപ്പോൾ മീൻസ് അത് മാത്രമല്ല, ട്രെയിൻ നെറ്റ്വർക്ക് അത്രയും ക്ലാരിറ്റി ഇല്ല. ലോകത്തിന് ഏറ്റവും പവർഫുൾ റെയിൽ നെറ്റ്വർക്ക് ഉള്ളത് ഇന്ത്യയിലാന്ന് പറയുന്നത്. അതായത് ഒരുപാട് കണക്ഷൻ അല്ലെങ്കിൽ ഒരുപാട്. പക്ഷെ എനിക്ക് ഇന്ത്യയിൽ ട്രെയിൻ കയറാൻ അറിയില്ല. കാരണം എന്താ പറയുക, പ്ലാറ്റ്ഫോം നമ്പർ ഇതിലേക്ക് പ്ലാറ്റ്ഫോം ദോ പേർ റവാനെ ഹോക്കി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് പറയും. ഹിന്ദി അറിയാണ്ടല്ല കേട്ടോ, എനിക്ക് സ്വിച്ച് ചെയ്ത് ഏത് ട്രെയിൻ ഏതാണെന്ന് നോക്കിക്കറിയാൻ എനിക്ക് എപ്പോഴും അറിയില്ല. എന്നെ കൊണ്ട് ആരെങ്കിലും ആ സീറ്റിൽ കൊണ്ട് ഇരുത്തണം, എന്നാലാണ് ഇത് നോക്കിയിട്ട് എനിക്ക് പോകാം. പക്ഷെ ഇവിടെ കോംപ്ലിക്കേറ്റഡ് അല്ല ചെക്ക്. പക്ഷെ ലണ്ടനിലും കഴിഞ്ഞാൽ പെടുട്ടോ, അത് വേറെ സിസ്റ്റമാണ്. വിക്ടോറിയയിലെ കഥ മാറിപ്പോയി. അയ്യോ വീണ്ടും പോയി. അത് 4:15 വന്ന് മുട്ടി അവിടെ ടി. ഓരോ ക്യാബിനും ഓൾറെഡി എണീച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് സമയം അറിയണോണ്ട് നമ്മൾ ഓൾറെഡി എല്ലാം വെച്ച് എണീച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തെറ്റ് പറ്റരുത്, മണ്ടത്തരം പറ്റരുതല്ലോ. അപ്പോൾ ടി വന്ന് വാതിൽ തട്ടി നമ്മൾ എണീച്ച് സെറ്റായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു സ്റ്റോപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. അത് ബിജിലോ എന്ന് അങ്ങനെ എന്താ പറയുക, ബിജിലോ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് മോണ്ടിനിഗ്രോയിൽ എൻ്റർ ചെയ്തിട്ട്, സെർബിയയിൽ നിന്ന് എൻ്റർ ചെയ്തിട്ടുള്ള സ്റ്റോപ്പാണ് ബോർഡറിലുള്ളത്. തുപ്പിക്കാരന്മാർ വന്നു, നമ്മൾ നോക്കി ടോർച്ച് അടിച്ചിട്ട് പോയി. എല്ലാ വാതിലും മുട്ടി, വാതിൽ തുറച്ചു നോക്കി. പോലീസായിരുന്നു അത്, എനിക്ക് തോന്നുന്നു റെയിൽവേ പോലീസ് പോലെ. അപ്പൊ നമ്മൾ വിചാരിച്ച് കഴിഞ്ഞു പരിപാടി. അത് കഴിയപ്പോ ശരിക്കുള്ള പരിപാടി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോ വീണ്ടും തിരിച്ചു വന്നു. വേറെ പ്രോപ്പർ ഇമിഗ്രേഷന്റെ ഓഫീസേഴ്സ്, അതായത് ബോർഡർ കൺട്രോൾ ഫോഴ്സ് 2-3 പേര് വന്നിട്ട് സീനിയേഴ്സ് ജൂനിയേഴ്സ് ഒക്കെ വന്നിട്ട് അയാൾ ഫുള്ള് നമ്മുടെ പാസ്പോർട്ട് കണ്ടപ്പോ, ഇന്ത്യൻ പാസ്പോർട്ട് കണ്ടപ്പോ അയാൾ പറഞ്ഞിട്ട് ഇന്ത്യൻ ആസ് യൂഷ്വൽ മറിച്ചും തിരിച്ചും പേജ് മറിച്ചും തിരിച്ചും കുറെ തിരിച്ചു നോക്കി. അത് കഴിഞ്ഞപ്പോ നമ്മള് UK വിസ കൊടുത്തു കയ്യില്, ചോദിച്ചൊന്നുമില്ല. പിന്നെ നമ്മൾ പിന്നെ കൊടുത്തു കഴിഞ്ഞപ്പോ വെറുതെ കൺഫ്യൂഷൻ വേണ്ടല്ലോ, തിരിച്ചു പോകാൻ സ്ഥലമുണ്ട്, ഈ കഷ്ടപ്പെട്ട് നിൽക്കണ്ട എന്ന് നോക്കിയാൻ വേണ്ടിട്ട് എടുത്ത് കൊടുത്തു. അപ്പൊ അത് നോക്കിയിട്ട് അവര് പോയി. പിന്നെ ഒന്നും മനസ്സിലായില്ല തോന്നണം. ഇംഗ്ലീഷ് വായിക്കാൻ തന്നെ അറിയില്ല. എനിക്കൊന്നും ഇന്ത്യ കണ്ടപ്പോ മനസ്സിലായില്ല, കാരണം കളർ കണ്ടാലും വേറെയാണെന്ന് അറിയാം. ഇംഗ്ലീഷൊക്കെ അറിയാം, പക്ഷെ മറ്റേ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനൊന്നും അവര് നിക്കണില്ല. മറ്റേ BRP കാർഡ് പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ ആദ്യമായിട്ട് കഷ്ടപ്പെട്ട് അവര് കൈ പിടിച്ചിട്ട് വിസ സ്റ്റാമ്പിനൊക്കെ കാണാൻ, ബാക്കി ഇരുന്നിട്ടൊക്കെ ഉള്ളതല്ല, അവര് നടന്നിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടാണ് സ്റ്റാമ്പ് ചെയ്ത്. അത് ഭയങ്കര ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നമ്മള് അതായത് UK കയറി സെർബിയയിലെത്തിയപ്പോ എയർപോർട്ടിന്റെ അത് ട്രെയിനിൽ ചെയ്തു. പിന്നെ ഇവിടെ മോണ്ടിനീഗ്രോ ബോർഡറിൽ വെച്ചിട്ട് നമുക്ക് ബസ്സിൽ കിട്ടി. ബസ്സിൽ ഒരു ഇമിഗ്രേഷൻ ചെക്ക് അല്ലേ. ഇനി നമുക്ക് 3 ഇനിയിപ്പോ വല്ല ടാക്സിയിലോ കാറിലൊക്കെ നമ്മള് ശരിക്കും ഇവിടെ നിന്ന് നമുക്ക് പോകാൻ പറ്റിയ വേറെ സ്ഥലം കൂടിയുണ്ട്. നോർത്ത് മാസിഡോണിയയിലേക്ക് പോവുകയാണെങ്കിൽ ശരിക്കും ഇന്ത്യക്കാർക്ക് UK മൾട്ടിപ്പിൾ എൻട്രി പോവുകയാണെങ്കിൽ ഇതേപോലെ ആവും. പക്ഷെ നമ്മള് ഉറപ്പില്ലേ പോവില്ലേന്ന്. ഇനിയും വരാൻ പറ്റും. ആക്ച്വലി അൽബേനിയക്ക് വരാൻ എളുപ്പമാണ്. സെർബിയക്ക് വരുമ്പോഴാണ് ഇത്തിരി കറങ്ങി വന്നതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ അൽബേനിയക്ക് വരാനുണ്ട്. അപ്പൊ അത് ഇനിയും വരാം നമുക്ക് ഭാവിയിൽ. അപ്പൊ 3 വെറൈറ്റി എക്സ്പീരിയൻസ്. ബസ്സിൽ വന്നപ്പോ നമ്മള് ഇവിടെ ഇറങ്ങി, ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്ന് പുറത്ത് വന്ന് വീണ്ടും ബസ്സിൽ കയറി വീണ്ടും ഇറങ്ങി. അത് സിറ്റിയിൽ ഇവിടെ മെയിൻ ആയിട്ട് പ്രശ്നം എന്താ അറിയോ, അൽബേനിയ ലീക്ക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ മിക്ക സ്ഥലങ്ങളിലും. അപ്പൊ നമ്മള് നമ്മുടെ വന്നിട്ടുണ്ടല്ലോ മോണ്ടിനിഗ്രോയിൽ നിന്ന് അൽബേനിയ ടിറാനയിൽ വന്ന് ഇറങ്ങി ആ സ്ഥലത്തെത്തി നമ്മൾ സിറ്റിയിലേക്ക് വരണമായിരുന്നു. അതായത് നമ്മുടെ സ്റ്റേയിലേക്ക് ഇവിടേക്ക് വരണമായിരുന്നപ്പോൾ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തപ്പോൾ ഒരു ലീക്കായി ചോദിച്ചത്. 40 ലീക്കായിരുന്നു. എന്നിട്ട് നമ്മുടെ യൂറോ മോണ്ടിനിഗ്രോയിൽ കറൻസി ഇല്ലാത്ത കാരണം നമ്മൾ യൂറോ യൂസ് ചെയ്താൽ മതി.
സെർബിയൻ ദിനാർ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഓൾറെഡി മാറ്റിയായിരുന്നു. പക്ഷെ ഇവിടെ നമ്മളത് വിചാരിച്ചില്ല, യൂറോ യൂസ് ചെയ്യുമെന്ന് വിചാരിച്ചു. കാരണം കുറേ ആളുകൾ വരുന്നതല്ലേ ഇവിടെ. അപ്പം അങ്ങനെ വിചാരിച്ച് അങ്ങനെ വന്നു. പക്ഷേ അതിൻ്റെ അകത്ത് ടിക്കറ്റ് ചെക്കർ ഭാഗ്യത്തിന് ടിക്കറ്റ് ചെക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റ് ചെക്കർ അതിന് ശേഷം കയറിയതാന്ന് തോന്നുന്നു. അപ്പൊ തന്നെ അയാള് ഈ നമ്മുടെ ടിക്കറ്റ് ഇല്ല, അപ്പൊ അയാൾ ജസ്റ്റ് നമ്മളെ കൊണ്ടുവന്നിട്ട് കാണിച്ചു. നിങ്ങൾക്ക് ശരിക്കും പൈസ വേണം, ലീക്ക് വേണം ഇവിടെ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആള് പറഞ്ഞു നിങ്ങളിൽ എന്തോ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ യൂറോ വാങ്ങിച്ചപ്പോൾ എനിക്ക് തരാൻ പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ഒറ്റ യൂറോ വാങ്ങി, യൂറോന്റെ ഒരു കോയിൻ വാങ്ങിച്ചു. 1 യൂറോ വാങ്ങിയിട്ട് ആള് ലീക്ക്, അതായത് കണ്ടക്ടറിന് കൊടുത്തു. എന്നിട്ട് 10 ലീക്ക് നമുക്ക് തിരിച്ചു തരണമായിരുന്നു. അപ്പൊ കണ്ടക്ടർ ഇങ്ങനെ അയക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പൊ ആള് ഇത്തിരി അറിയാം, ആൾ എന്തോ ലണ്ടനൊക്കെ അറിയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങോട്ട് കൊടുത്തോ, അതായത് നിങ്ങളുടെ 10 ലീക്ക് ഇനി കാരണം ഇയാള് കറക്റ്റ് പൈസ ചിലപ്പോൾ അയാൾക്ക് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ 10 പൗണ്ട് എക്സ്ട്രാ 10 ലീക്ക് അയാളെ കയ്യിൽ ഇരിക്കാനുള്ളൂ. അപ്പൊ അയാളെ നിന്ന് വാങ്ങിക്കണം. പക്ഷെ നമുക്ക് പക്ഷെ നല്ലതായിരുന്നു ചെക്കർ കയറിയത്. അയാള് ആയോണ്ട് അയാളെ ഇറക്കി വിട്ടായിരുന്നു, ഇറക്കി വിടുക. അല്ലെങ്കിൽ പിന്നെ അയാൾക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയില്ല, നമ്മളും കുടുങ്ങി അയാളും കുടുങ്ങി. അപ്പൊ അതൊരു ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ്. കാരണം അത്യാവശ്യം ദൂരം വരാനും ഉണ്ട് ബസ്സിൽ, കുറച്ച് സ്റ്റോപ്പുകൾ റൂം ടൂർ നമ്മൾ ഭയങ്കരമായിട്ട് നീണ്ടുപോയി. ഇവിടെ മിഠായി വെച്ചിട്ടുണ്ട്. ഈ മിഠായി എങ്ങനെ കഴിച്ചു? അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ചെറിയ റൗണ്ട് മിഠായി ഉണ്ട്, കാരമല്ല ടേസ്റ്റ് പല്ലില്. അല്ല ഒട്ടൊന്നുമില്ല, സാധാ ഒരു മധുരമുള്ള അങ്ങനെ ഒരു ടേബിൾ വെച്ചിട്ടുണ്ട് സൈഡില്. പിന്നെ ഇവിടെ നല്ല ലാവിഷ് ആയിട്ടുള്ള ഒരു മിറർ ആൻഡ് എല്ലാം പ്രസ് ആൻഡ് ഹോൾഡ്, എല്ലാം പുതിയതായി അതിന്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ഡിഫ്യൂസർ ഒക്കെ ഉണ്ട് കേട്ടോ ഇതില്, തലമുടി ഉണക്കാനും ഇതിനൊക്കെ ആയിട്ട് എയർ ഡ്രയർ. അതിന് ഇതിങ്ങനെ മൊത്തത്തില് തുണി ഇത് ഉണക്കാൻ എല്ലാവരും കണ്ടിട്ടില്ല. ഡിഫ്യൂസർ അങ്ങനെ പൊതുവെ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കണ്ടേട്ടാ, ആദ്യമായിട്ട് അത് ഞാൻ കാണുന്നത്. പിന്നെ ഇത് ഇവിടെ ടോയ്ലറ്റ് പിന്നെ സ്പെഷ്യലായിട്ട് കാണിക്കണ്ട. ഇവിടെ സ്മെല്ലിനുള്ളതാണെന്ന് തോന്നുന്നു. അത് എല്ലായിടത്തും ഇത്ര അടിപൊളിയായിട്ട് വെച്ചിട്ടൊന്നുമില്ല സാധാരണ. അതെ ഇവിടെ ഒരു ഷവർ ഏരിയ ഉണ്ട്. ശരിക്കും UK എല്ലായിടത്തും ഇതില്ല, അത് നമ്മൾ മിസ് ചെയ്യുന്നത് അതാട്ടോ. പഴയ വീടുകളിൽ ഒട്ടുമില്ല, പുതിയ വീടുകൾ പിന്നെയും ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇങ്ങനത്തെ ഒരു സ്ഥലമുള്ള ടോയ്ലറ്റ് ആണ് നമ്മൾ നിന്ന് കുളിക്കാന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അവിടെ ഇല്ലാന്ന് തോന്നുന്നു. എല്ലാം ബാത്ത് ടബാണ് ലക്ഷറിയില്. അതെ, എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ട് ഈ ബാത്ത് ടബിൽ ഇരുന്നിട്ടാ കുളിക്കണേ. എന്നിട്ടാണ് ആൾക്കാർ പറഞ്ഞിട്ട് ഇപ്പൊ നിന്ന് കുളിക്കണ ഇത് കുറച്ച് യൂണിറ്റുകളൊക്കെ വന്നു തുടങ്ങി, ബിൽഡിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് ഈവൻ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അത് ചോദിക്കും. ഷാമ്പൂ ആന്റി ഡാൻഡ്രഫ് എന്നാണ്, ജർമ്മൻ വാക്കൊക്കെ ഷാമ്പൂ കേട്ടോ. ഇവിടെയാണ് ഇത് എന്താ സാധനം എനിക്ക് മനസ്സിലായില്ല. ഇത് എന്താ ചൈനീസ് എഴുതിയിരിക്കുന്നത് തോന്നുന്നു. എന്തോ ഒരു ഭംഗിക്ക് കൊണ്ട് ചെയ്യുന്നത്. പ്ലഗ് കുത്തി കറണ്ട് വെച്ചു, പ്ലഗ് കുത്തി എന്നെ ഷോക്ക് അടിപ്പിച്ച പോലെ. അടിയിലിടാ പ്ലഗ് പോയിന്റ് ഉണ്ടാവില്ല അവിടെ. ഇല്ലില്ല, ഇവിടെ പ്ലഗ് പോയിന്റ് ഇല്ല. ഇല്ലേ? സ്വിച്ച് ബോർഡ് വെച്ചിട്ടില്ല, വെക്കാനുള്ള പരിപാടി ആയിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ വലിച്ച് ലൈറ്റ് കത്തി. പക്ഷെ രസം കിട്ടും എവിടെ നിന്ന് കൊണ്ടുവന്നേക്കുന്നത്. ഒരു പ്ലഗ് പോയിന്റ് കുത്തി വെക്കണം, പൊട്ടി തെറിക്കുക എല്ലാം കൂടി. ഇനി കത്തി കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ മൊത്തം കൊടുക്കേണ്ടി വരില്ലേ പൈസ? കുത്തി വെക്കണോ? എത്തെങ്ങനെ കുത്തി വയ്ക്കോ? വലിച്ചങ്ങോട്ട് കൊണ്ടുപോയി. ചൈനീസ് ആന്റിക് സാധനങ്ങളൊക്കെ ആണെങ്കിലേ ആ കേബിൾ അതിന്റെ ഉള്ളിൽ കൂടെ എടുക്കാൻ പറ്റില്ലേ? ആക്ച്വലി 2 പ്ലഗ് കാണാനുണ്ട്. ഇത് എന്തിന്റെ 2 എണ്ണം? ഞാൻ ഷോക്ക് അടിച്ച് ചാവുമോ? നീ ഏതാ സ്വിച്ച് നീ നേരത്തെ പറഞ്ഞു? അപ്പൊ അത് കേടായതായിരിക്കും. സ്വിച്ച് ഓൺ ആക്കാൻ പറ്റുമോ നോക്കിയാ? ഇല്ല അല്ലേ? ഇവിടെ ഒരു പ്ലഗ് കൂടി ഉണ്ട്, അതുകൂടി നോക്കി നോക്കാം. നേരമില്ലാത്ത നേരത്തെ നമ്മള് ആവശ്യമില്ലാത്തൊരു പണിയില്. ഇതിന് ബാത്റൂമിൽ വെച്ചത് എനിക്ക് മനസ്സിലായി. എനിക്ക് പുറത്ത് വെക്കണമെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് തോന്നണത് കുട വെച്ചുള്ളത് മഴ കൊള്ളാതിരിക്കും. അല്ല, വെള്ളം നനയാത്താണെങ്കിൽ ചിലപ്പോ ബാത്റൂമിൽ വെക്കണ തന്നെയായിരിക്കും. വെള്ളം നനയാത്തൊന്നും അല്ല, ഇത് ലെതറാല്ലേ സാധനം കൊള്ളാട്ടോ. പക്ഷെ എനിക്കൊന്ന് പുറത്ത് വെക്കാൻ സ്ഥലമില്ലാത്തോണ്ട് തൽക്കാലം അവിടെ വെച്ചതാണോ സംശയം. കൊള്ളാം, എന്തായാലും വിജയിച്ചു. ഇനി തിരിച്ചു വെച്ചോ. അതെ, ഇനി കത്തിപ്പോണേക്കാളും മുമ്പേ ക്രെഡിറ്റ് കാർഡൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇവിടെ? അത് ബുക്കിംഗ് ഡോട്ട് കോമില് എല്ലാവരും എടുക്കും. എത്ര റേറ്റ് വരുന്നത് ഇതിന്? ഇതിന് 36 യൂറോ ആണ്. നമ്മൾ ആദ്യം ഓൺലൈനിൽ ബുക്ക് ചെയ്തപ്പോൾ തെറ്റിയിട്ട് ഡിസംബറിലേക്ക് ബുക്ക് ചെയ്തത്. അപ്പൊ 32 യൂറോ ഉണ്ടായിരുന്നുള്ളൂ.
ഓ കുറച്ച് കൂടുതൽ കൊടുത്തുള്ളൂ 4. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിടയ്ക്ക് ഡിസ്കൗണ്ട് കിട്ടാറുണ്ട് ജീനിയസ് എന്ന് പറഞ്ഞിട്ട് അതിലൊരു ഓരോ സ്റ്റെപ്പ് കയറുന്നതിനനുസരിച്ചിട്ട്. ജീനിയസ് ഒരു ആപ്പ് ആക്ച്വലി ആണോ 15%, 10%, അങ്ങനെ ഹോട്ടൽ സ്റ്റേ നാട്ടിൽ ബുക്ക് ചെയ്യണ പോലത്തെ 32 കിട്ടി. ഇപ്പൊ ബുക്ക് ചെയ്തപ്പോ 36 പ്രോപ്പർ റേറ്റ് വന്നത്. അങ്ങനെ. അപ്പൊ ഇതാണ് റൂം സ്റ്റേയും കുറെ അധികം വിശേഷങ്ങളും കൂടി. റൂം സ്റ്റേ നമ്മൾ കുറച്ച് മാറിപ്പോയായിരുന്നു, പക്ഷെ അതൊരു ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കാമല്ലോ.